വരാനിരിക്കുന്ന ഒരു സൗര ദുരന്തത്തിൽ ഭൂമി വെന്തുരുകിയേക്കാം. അല്ലെങ്കിൽ ജലാംശം വറ്റി ജീവന്റെ കണിക പോലും അവശേഷിക്കാത്ത അവസ്ഥ വന്നേക്കാം. ഭയപ്പെടുത്തുന്നതെങ്കിലും മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇലോൺ മസ്ക് മുന്നോട്ട് വെക്കുന്ന യാഥാർത്ഥ്യമാണിത്. മനുഷ്യകുലം അന്യം നിന്നു പോകാതിരിക്കാനുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ്. അതാണ് മസ്കിന്റെ കണ്ണിൽ ചൊവ്വയിലെ കോളനിവൽക്കരണം. സ്പേസ് എക്സ് പോലുള്ള കമ്പനികൾ ഇതിനായി അഹോരാത്രം പരിശ്രമിക്കുമ്പോഴും ചൊവ്വയിൽ മനുഷ്യവാസം സാധ്യമാകണമെങ്കിൽ ഒഴിവാക്കാനാവാത്ത ഒരു ഘടകമുണ്ട്: ജലം. ചൊവ്വയിൽ ഒരു കാലത്ത് സമുദ്രങ്ങളും നദീതടങ്ങളും ഉണ്ടായിരുന്നുവെന്ന് നാഷണൽ അക്കാദമി ഓഫ് സയൻസസ് അടക്കം പലരും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ ഗ്രഹത്തിൽ പലയിടങ്ങളിലായി കൂറ്റൻ ഹിമാനികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ഉരുകാത്ത മഞ്ഞുമലകൾ. പക്ഷേ ഇവിടെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. ഈ ഹിമാനികൾ നിറയെ പാറകളും പൊടിയുമാണെന്നും വെറും 30% മാത്രമേ ഇതിൽ ഐസ് ഉണ്ടാകൂ എന്നുമാണ് ഇത്രകാലം ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആ ധാരണകളെല്ലാം തിരുത്തി കുറിക്കപ്പെടുകയാണ്. നാസയുടെ മാർസ് റെക്കഗ്നൈസൻസ് ഓർബിറ്ററിലെ ഷാലോ റഡാർ ഉപയോഗിച്ചു നടത്തിയ ഏറ്റവും പുതിയ പരീക്ഷണങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടത്. ചൊവ്വയിലെ ഹിമാനികളിൽ അടങ്ങിയിരിക്കുന്നത് വെറും മണ്ണും കല്ലുമല്ല, മറിച്ച് 80% ശുദ്ധമായ ഐസ് തന്നെയാണ്. 2025 ജൂലൈ 12 ഇക്കറസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് ഭാവിയിൽ ചൊവ്വയിൽ ഇറങ്ങുന്ന ബഹിരാകാശ സഞ്ചാരികൾക്ക് കുടിക്കാനും ഇന്ധനത്തിനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന അമൂല്യമായ ജലശേഖരമാണ് ഈ ഹിമാനികളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ദ്രാവക രൂപത്തിലുള്ള ജലം നിലവിൽ ചൊവ്വയിൽ കണ്ടെത്തിയിട്ടില്ല. പിന്നെങ്ങനെ ഈ കൂറ്റൻ ഹിമാനികൾ രൂപപ്പെട്ടു? ലക്ഷക്കണക്കിന് വർഷങ്ങളായി പാറകൾക്ക് മുകളിലേക്ക് പെയ്യുന്ന മഞ്ഞുവീഴ്ചയിലൂടെയാണ് ഇവ രൂപം കൊണ്ടത്. ചൊവ്വയുടെ അന്തരീക്ഷം വളരെ നേർത്തതായതിനാൽ ജലാംശമുള്ള മഞ്ഞ് പലപ്പോഴും നിലത്തു വീഴുന്നതിന് മുൻപേ ബാഷ്പീകരിച്ചു പോകാറുണ്ട്. എന്നാൽ ഡ്രൈ ഐസ് രൂപത്തിലുള്ള മഞ്ഞുപാളികൾ അടിഞ്ഞുകൂടി കാലക്രമേണ ഹിമാനികളായി മാറുകയായിരുന്നു. ഇത്തവണ ഗവേഷകർ ചൊവ്വയിലെ 5 പ്രധാന ഇടങ്ങളാണ് റഡാർ ഉപയോഗിച്ച് പരിശോധിച്ചത്. റഡാർ തരംഗങ്ങൾ ഹിമാനികൾക്കുള്ളിലൂടെ സഞ്ചരിക്കുന്ന വേഗത അളന്നാണ് അവർ അതിനുള്ളിലെ ഐസിന്റെ അളവ് തിട്ടപ്പെടുത്തിയത്. പ്ലാനറ്ററി സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞനായ ഐസക് സ്മിത്ത് പറയുന്നതനുസരിച്ച് മുൻകാലങ്ങളിൽ വ്യത്യസ്തമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിനാൽ കൃത്യമായ ഒരു താരതമ്യം സാധ്യമായിരുന്നില്ല. എന്നാൽ പുതിയ റഡാർ പഠനം ആ പരിമിതിയെ മറികടന്നു. ഈ ഹിമാനികളുടെ പരിശുദ്ധി കണ്ട് തങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നാണ് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ഓഡസ് അഹറോൺസൺ പറയുന്നത്. പരിശോധിച്ച ഭൂരിഭാഗം സ്ഥലങ്ങളിലും പാറക്കെട്ടുകൾക്ക് താഴെ 80%-ലധികം ശുദ്ധമായ ഐസ് നിക്ഷേപമാണ് അവർ കണ്ടെത്തിയത്. ചൊവ്വയുടെ ഉപരിതലത്തിൽ എല്ലായിടത്തും മഞ്ഞ് രൂപപ്പെടുന്നതും സംരക്ഷിക്കപ്പെടുന്നതും ഒരേ രീതിയിലാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ചൊവ്വയിലേക്ക് വണ്ടി കയറാൻ കാത്തിരിക്കുന്ന മനുഷ്യരാശിക്ക് അവിടെ കാത്തിരിക്കുന്നത് തരിശുഭൂമിയല്ല, മറിച്ച് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ജലസമൃദ്ധിയുടെ ഉറവിടങ്ങളാണ്. ഈ കണ്ടെത്തലുകൾ വരാനിരിക്കുന്ന ചൊവ്വ ദൗത്യങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല.